മലയോരത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന സഖാവ് തങ്കച്ചൻ എന്ന കെ.എം. ജോസഫ് ഇനി ഓർമ്മ. സഖാവ് തങ്കച്ചൻ എന്ന പേരിൽ പഴയ തലമുറയിലെ ഏവർക്കും സുപരിചിതനായ കെ.എം. ജോസഫ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 97 വയസ്സ്. 1952 അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വത്തിലേക്ക് വരുന്നത്. അണികളിൽ ആവേശം നിറയ്ക്കുന്ന നല്ലൊരു പ്രാസംഗികനായിരുന്നു അദ്ദേഹം. അതോടൊപ്പം നാടക നടനും സംവിധായകനും ഒക്കെയായി ചെറുപുഴയുടെ സാംസ്കാരിക മണ്ഡലത്തിലും അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. കുറേ കാലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ചു. കുറച്ചു കാലമായി ചീമേനി കിണറുമുക്ക് എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. തന്നെ വന്ന് കാണുന്ന പഴയകാല സഹപ്രവർത്തകരോടും സ്നേഹിതരോടും പാർട്ടിയെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം സംസാരിക്കാറ്. വേറിട്ട പ്രസംഗ ശൈലിയിലൂടെ അണികളെ ആവേശഭരിതനാക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ശൈലി സഖാക്കളെ എന്നും ആവേശം കൊള്ളിച്ചിരുന്നു. ഒരർത്ഥത്തിൽ ഒരു നൂറ്റാണ്ടിൻ്റെ ജീവിതമാണ് കെ.എം. ജോസഫ് എന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട തങ്കച്ചേട്ടൻ്റെ യോഗത്തിലൂടെ നാട് മനസ്സിലാക്കുന്നത്. വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു കാലത്ത് ഇന്നത്തെ പോലെ ഒരു സൗകര്യവും ജീവിതത്തിൻ്റെ വഴിയിലും മറ്റ് മേഖലകളിലും ഒരു സൗകര്യമില്ലാതിരുന്നൊരു കാലത്ത് മലയോര മേഖലയിൽ നടന്നും ഈ കുന്നും മലയും താണ്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിലും സാധാരണ മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവരെ നിവർന്നു നിൽക്കാൻ കരുത്തുള്ളവരാക്കി മാറ്റുന്നതിലും വലിയ നിലയിൽ തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് സഖാവ് തങ്കച്ചേട്ടന്. അതിഗംഭീരമായ ശൈലിയിൽ പ്രസംഗകലയിലൂടെ ജനങ്ങളെ ഇടക്കി മറിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ. എല്ലാവരുടെയും ഇടയിൽ കർക്കശമായിട്ടുള്ള നിലപാടുകളിലൂടെ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് എഴുതിയോ പറഞ്ഞോ ബോധ്യപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യമല്ല. നാടിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും സക്രിയമായിട്ടുള്ള വ്യക്തിത്വമാണ് തങ്കച്ചേട്ടൻ്റെ. തീർച്ചയായിട്ടും 96 വയസ്സ് എന്ന് പറയുന്നത് വളരെ ദീർഘമായിട്ടുള്ള ഒരു ജീവിത കാലയളവാണ് എന്ന് നമുക്കറിയാം. അനിവാര്യമാണ് ഈ വേർപിരിയലുകൾ എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴും അതുപോലുള്ള വ്യക്തിത്വങ്ങൾ ഈ പ്രസ്ഥാനത്തിന് അനിവാര്യമാകുന്ന ഒരു കാലത്താണ് തങ്കച്ചേട്ടനെ പോലുള്ള സഖാക്കൾ നമുക്ക് നഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തീവ്രമായിട്ടുള്ള വിപ്ലവ ഊർജ്ജസ്വലതയാണ് ഓരോ മനസ്സിലും നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഊർജ്ജസ്വലമായ മനസ്സോടുകൂടി തന്നെ മുഷ്ടിചുരുട്ടി അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്.